ഹലോ, ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വളരെ ഷാർപ്പായിട്ട് ചീവീടിൻ്റെ ശബ്ദം കേൾക്കാമോ നിങ്ങൾക്ക്? എല്ലാം പ്രകൃതിയിലുള്ളതാണല്ലോ. ഞാൻ കൽക്കി. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ സൈക്കിക് മീഡിയം ടാരോ കൺസൾട്ടൻറ്റുമാണ് ഞാൻ. ഓതറാണ്, ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്. എൻ്റെ ബുക്കുകൾ വാങ്ങിക്കുവാനോ അതല്ലെങ്കിൽ സോൾ കമ്മ്യൂണിക്കേഷനോ ടാരോ സെഷനോ ചക്ര ക്ലെൻസിങ്ങോ ഒക്കെ സെഷൻസ് നോക്കുവാനോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ശരിക്കും നമ്മളുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ ഒന്ന് ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ആത്മകഥയുടെ ബുക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. അധ്യായം 16. പരേതനായ എൻ്റെ പിതാവ് 17 തവണ വീഡിയോ കോൾ വിളിച്ച സംഭവത്തിനെ പറ്റിയാണ്. അതിൻ്റെ വിത്ത് എവിഡൻസാണ് നൽകിയിരിക്കുന്നത്. ഈ ബുക്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടെങ്ങും പോയിട്ടില്ല. അവർ നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെയും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ സഹായിക്കണേ എന്ന് പറയുമ്പോൾ സഹായിക്കുന്നുണ്ട്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഏത് തലത്തിലാണ്, അവർക്ക് റീബർത്ത് ഉണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ നൽകിയ പ്രാർത്ഥനകൾ ഓക്കെയാണോ, ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനത്തെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് ഏവർക്കും എപ്പോഴും ഉള്ളതാണ്. എന്നാൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു പേഴ്സണൽ സെഷന് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ അധ്യായം 16 എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം വളരെയധികം ഇമോഷണലായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ, പപ്പ വിളിച്ചതിൻ്റെ വിത്ത് എവിഡൻസാണ് നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാവർക്കും എവിഡൻസാണ് വേണ്ടേ. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വീഡിയോ വിത്ത് എവിഡൻസ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്, ഈ ചാനലുണ്ട്, നിങ്ങളത് കാണണം. ഹനുമാൻ സ്വാമി എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഇത് നൽകിയിട്ടുണ്ട്, നിങ്ങളത് കാണുക, പ്രാർത്ഥിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുക, റിയാലിറ്റി ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. പരലോകത്തിൽ നിന്നും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ വഴികാട്ടുകയും സംരക്ഷിക്കുകയും അവരുടെ വെളിച്ചം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ ഓരോ ചുവടിലും നമ്മുടെ നിലനിൽപ്പിൻ്റെ ഓരോ നിമിഷത്തിലും അവർ നമ്മെ പ്രകാശിപ്പിക്കുന്നു. നാം എപ്പോഴും അവരുടെ മാർഗനിർദ്ദേശം തേടണം. അത്തരം ദൈവിക അനുഗ്രഹം ലഭിക്കുന്നതിന് അവരിൽ വിശ്വസിക്കുന്നത് വളരെ പ്രധാനമാണ്. തെരേസ. 2021 ഓഗസ്റ്റ് 31 ബിജു സാറിൻ്റെ ESP പാരാനോർമൽ അതീന്ദ്രിയം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് മൊബൈൽ ഫോണിലെ പ്രേത സാന്നിധ്യം എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ നൽകുകയും അതിൽ എപ്രകാരമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഒരാത്മാവിന് സ്വാധീനിക്കുവാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. എൻ്റെ വീട്ടിലെ വിവിധ തരത്തിലുള്ള TV, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ബൾബുകൾ തുടങ്ങിയ വിവിധ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളിലൂടെ ഒക്കെ തന്നെ ഒരാത്മാവ് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപായി അവരുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ ചിലപ്പോൾ ഫോണിലേക്കോ മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ TVയോ സ്പീക്കറോ ഒക്കെ തന്നെ ഓൺ ആവുകയൊക്കെ ചെയ്യാറുണ്ട്. ലൈറ്റുകളെ പെട്ടെന്ന് മിന്നി തെളിയുകയോ അതുപോലൊക്കെ അണയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അനുവാദമില്ലാതെ ഇവർക്ക് മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു അന്ന് 2021 ഓഗസ്റ്റ് 31 ഞാൻ നൽകിയ അഭിമുഖം. സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം തന്നെയായിരുന്നു അത്. എന്നാൽ ചില ആളുകൾക്ക് പ്രത്യേകമായ ആത്മീയമായ കാര്യങ്ങൾ അവിശ്വാസത്തോടെയും പുച്ഛത്തോടെയും മാത്രം സമീപിക്കുന്നവർക്ക് ഇത് പലപ്പോഴും അംഗീകരിക്കാനായിട്ടും സാധിക്കാറില്ല. ഇത് കൂടുതലായും കണ്ടുവരുന്നത് കേരളത്തിൽ തന്നെയാണ്. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കൂ, അവർ ആത്മീയതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഇവിടേക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയാണ്, പഠിക്കുകയാണ്, അല്ലേ?
റിലീജിയൻ ആയാലും യോഗയായാലും ഒക്കെ. ഭാരത സംസ്കാരത്തിൽ ആത്മീയതയ്ക്ക് എത്രയൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു കൂട്ടം അവിശ്വാസികൾ ഇവിടെ എന്നും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ പാശ്ചാത്യരാകട്ടെ ഭാരതത്തിൻ്റെ പല സംസ്കാരങ്ങളെയും യോഗ, ആത്മീയത പോലെയുള്ള പല കാര്യങ്ങളെയും ഉൾക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു, ജീവിക്കുന്നു. അവർ അവരുടെ രാജ്യങ്ങളിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്മീയമായി മുന്നിൽ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരാത്മാവിന് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും എന്നതുപോലും വിശ്വസിക്കുവാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. ഇവരുടെ ഈ പുച്ഛത്തിന് പിന്നിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുമുണ്ട്. എന്നാൽ അതെൻ്റെ ഈ പുസ്തകത്തിലൂടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുകൂടാതെ തന്നെ ടാരോ കാർഡുകൾ, റൈക്കി, ഹീലിംഗ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഭാരതത്തിലുണ്ട് എങ്കിൽ പോലും വിദേശങ്ങളിലാണ് ഇതിന് കൂടുതലും പ്രാധാന്യം നൽകി വരുന്നത്. അതിനാൽ തന്നെ ആത്മാക്കളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് സൈക്കിക് മീഡിയമായ വ്യക്തികൾ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നത്. ഇത്തരം സൈക്കിക് മീഡിയങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവരുടെ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളിൽ പലപ്പോഴും ആത്മാക്കൾ അവരുടെ ഊർജം പ്രവഹിപ്പിക്കുന്നത് വളരെ സാധാരണമാണ്. അതുപോലെ ഒരു സൈക്കിക് മീഡിയമായ ഞാൻ എൻ്റെ അറിവുകളെ കേരളത്തിലേക്ക് പകർന്നപ്പോൾ ആശ്വാസത്തോടെയും അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ഒക്കെയാണ് ആളുകൾ അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ മറ്റു ചിലർക്ക് ആത്മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഈ പേടിയുടെ പുറത്ത് അവർക്ക് സംശയം ഉണ്ടാകുന്നു. അത്തരത്തിൽ ആത്മാക്കളുടെ അസ്തിത്വത്തെ സജീവമായി നിരസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കാറ്റ്, അതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേ നമ്മൾ ഈ സംസാരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി പ്രകൃതി പോലും അത്രയും അധികം ആർജവത്തോടു കൂടിയാണ് നമുക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ ഒരിക്കലും തങ്ങളും ഒരാത്മാവാണ് എന്നും ഒരു ദിവസം ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഉയർന്നതോ താഴ്ന്നതോ ആയ ഏതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് എന്നും മനസ്സിലാക്കുന്നില്ല. ഇനി ഉള്ളുകൊണ്ട് മനസ്സിലാക്കിയാലും അത് പൊതുവായി അംഗീകരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ സ്വാഭാവികമായ അഹങ്കാരവും അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ അറിയില്ല എന്ന് സമ്മതിക്കുവാനുള്ള അവരുടെ ബുദ്ധിമുട്ടുമാണ്. അതുകൂടാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം രേഖപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള ആത്മീയ നേതാക്കളെയും എന്നെപ്പോലെയുള്ളവരെയും സൈക്കിക് മീഡിയങ്ങളെയൊക്കെ പരിഹസിക്കുന്നത് വഴി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുമുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2021 ഓഗസ്റ്റിൽ ഈ ഒരു വിഷയത്തിൽ വീഡിയോ യൂട്യൂബിൽ ഞാൻ കൊടുത്തപ്പോൾ ഒരു കാഴ്ചക്കാരൻ ഇതിനേക്കുള്ള തെളിവ് എവിടെയെന്ന് ചോദിക്കുകയുണ്ടായി. ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ക്ലയൻസ് എനിക്കുണ്ട്. കൂടാതെ നിരവധി വ്യക്തിത്വങ്ങൾക്ക് ഞാൻ താമസിക്കുന്ന എൻ്റെ താമസ സ്ഥലത്ത് വെച്ചും കൺസൾട്ടേഷനുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കൊന്നും തെളിവുകളുടെ ആവശ്യമില്ലായിരുന്നു. ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. എന്നാൽ ആ രാജ്യത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ആത്മാവിനെയും ആത്മാവിൻ്റെ ലോകത്തെയും കുറിച്ച് ഒരു ധാരണയും വേണ്ട രീതിയിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്തരത്തിലെ ആളുകളൊക്കെ തന്നെ താഴ്ന്ന മണ്ഡലങ്ങൾ എത്തിയതിന് ശേഷം പുനർജനിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവരുടെ ഈ ജന്മത്തിലും പൈശാചികമായ ഭാവങ്ങൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രക്ഷപ്പെടുകയും വേണ്ട, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സമ്മതിക്കുകയും ചെയ്യില്ല എന്ന മനോഭാവമാണ് ഇവർക്ക്. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എന്നും ഒരുപക്ഷെ അവർ പിശാചുക്കളുടെ പുനർജന്മം അല്ലെങ്കിൽ താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ പുനർജന്മമായിരിക്കാം എന്നും എനിക്ക് മനസ്സിലായത്. എന്തു തന്നെ ആയാലും അത്തരത്തിലെ വ്യക്തികൾക്ക് നൽകുന്നതിനായി എനിക്ക് തെളിവുകൾ വേണമായിരുന്നു. എനിക്ക് മാത്രം ആത്മാക്കളെ കാണാനും സംസാരിക്കാനും സാധിക്കുന്നു. ആത്മാക്കൾ സംസാരിക്കുന്നത് കേൾക്കാം, പക്ഷേ സാധാരണ ആളുകൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുകയും എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്തു. അയാൾ അയാളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാകാം. അത്തരത്തിലെ ആളുകൾ ഒരിക്കലും സത്യത്തെ ഉൾക്കൊള്ളില്ല. ഇനി ഈശ്വരൻ നേരിട്ട് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും താങ്കൾ ഈശ്വരനാണ് എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് കാണിക്കൂ എന്ന് ഒരുപക്ഷെ അവർ പറയാം. അങ്ങനെ ആ വൈകുന്നേരം ഞാൻ എൻ്റെ മനസ്സിനെയും വളരെ ശാന്തമാക്കി ശക്തമായി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്തു.
ആത്മാക്കളുടെ ലോകം ഉണ്ട് എന്നും അവിടെ സമാധാനത്തോടുകൂടി ഭൂമിയിൽ നന്മ ചെയ്ത ആത്മാക്കൾക്ക് ഉയർന്ന തലത്തിലെത്തുവാൻ സാധിക്കുമെന്നും പൈശാചികമായ ആത്മാക്കൾ താഴ്ന്ന തലത്തിലെത്തുമെന്നും സമൂഹത്തിനെ കൂടുതൽ ബോധവൽക്കരിക്കുവാനും ആത്മാവിൻ്റെ ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കുവാനും എനിക്ക് ശക്തമായിട്ടുള്ള തെളിവുകൾ നൽകണേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഭാവിയിൽ ആളുകൾക്ക് എന്നെക്കുറിച്ചോ ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചോ ചോദ്യമുണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരമായി അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന തെളിവുകളും നൽകണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരുന്നു ഈ പ്രാർത്ഥന. അങ്ങനെ ആത്മാവിൻ്റെ ലോകത്തിലെ കാവൽ മലാഖമാരോടും ഉയർന്ന തലത്തിലെ ആത്മാക്കളോടും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള ആത്മാക്കളോടും എൻ്റെ പപ്പയോടും ഒക്കെ മനസ്സിൽ നിന്നും സംസാരിച്ച് പ്രാർത്ഥിച്ച് പൂർവികരോടും പിതാക്കന്മാരോടുമൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും അപേക്ഷ നൽകി. അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അങ്ങനെ ആത്മാവിൻ്റെ ലോകത്തിൽ നിന്നും തെളിവ് ഉടനെ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്നു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കണ്ടൻസുകാരുടെയൊക്കെ പോലെ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അതൊന്നും എനിക്കറിയത്തില്ല. അതിനുള്ളൊരു ടീമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിക്കുന്നത്. ഞാൻ ജീവനോടുകൂടിയുള്ള സമയത്ത് എൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ വേണ്ട ആളുകളോ ബുക്സ് വേണ്ട ആളുകളോ, മാലാഖമാരുടെ ബുക്കുണ്ട് വേണ്ട ആളുകളോ തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക്